കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി കേസിൽ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് വൈകാതെ അറിയാം. വീട്ടുകാരുമായി അകന്ന ലോട്ടറി വ്യാപാരം നടത്തിവന്ന 2 സ്ത്രീകളെ വിളിച്ചുവരുത്തി ആഭിചാര ക്രിയകളുടെ ഭാഗമായി വെട്ടിനുറുക്കി കുറേ ഭാഗം ഭക്ഷിക്കുകയും ആഴ്ചകളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും അവയവങ്ങൾ വേർപെടുത്തുകയും പിന്നീട് മറവ് ചെയ്ത സംഭവത്തിൽ ഏപ്രിൽ 1-ന് കോടതി പ്രതികൾക്ക് കുറ്റം ചുമത്തും. കേട്ടാൽ അറയ്ക്കുന്ന കൂടോത്രത്തിനും നേതൃത്വം നൽകി 2 സ്ത്രീകളെ അരിങ്കൊല ചെയ്ത 1-ാം പ്രതി മുഹമ്മദ് ഷാഫി, കൊലപാതകത്തിന് പങ്കുവഹിച്ച തിരുമു വൈദ്യൻ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവർക്കെതിരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റം ചുമത്തുന്നത്. അതിക്രൂരവും പൈശാചികവുമായ നരബലി നടത്തിയ പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ അന്ധവിശ്വാസിയായ ഭഗവൽ സിംഗിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് നരബലിക്കിരയായ 2 സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും 2022 ഒക്ടോബർ 11-നായിരുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന് തിരുമു ചികിത്സകനായ ഇലന്തൂരിലെ KV ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരെ വിശ്വസിപ്പിച്ചത് പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫിയാണ്. ഇതിനായി ലോട്ടറി വിൽപ്പനക്കാരിയായ കാലടി സ്വദേശി റോസിൻ, തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെ സിനിമയിൽ അഭിനയിക്കാമെന്നും ലക്ഷങ്ങൾ പ്രതിഫലം നൽകാമെന്നും ധരിപ്പിച്ച് മുഹമ്മദ് ഷാഫി ഇലന്തൂരിൽ എത്തിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടെന്നാണ് കേസ്. പൊന്നുരുന്നി പഞ്ചവടി നഗറിലെ താമസക്കാരി പത്മത്തെ കാണാനില്ലെന്ന പരാതി 2022 സെപ്റ്റംബർ 26-നാണ് കടവന്ത്ര പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നരബലി സംബന്ധിച്ച നടുക്കുന്ന വിവരം പുറത്തുവരുന്നത്. പുറംലോകത്ത് പുരോഗമനവാദിയായ ഇടതുപക്ഷ പ്രവർത്തകനായിരുന്ന ഭഗവൽ സിംഗും അതേസമയം അന്ധവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു ഭഗവൽ സിംഗും ഭാര്യ ലൈലയുമായിരുന്ന മനുഷ്യക്കുരുതിക്കായി കളമൊരുക്കിയത്. ഇലന്തൂരിലെ വീട്ടിലൊരുക്കിയ ആഭിചാരക്കളത്തിലേക്ക് നിരാലംബരായ റോസ്ലിനെയും പത്മത്തെയും പണം വാഗ്ദാനം ചെയ്ത് എത്തിച്ചത് കൊച്ചിയിലെ ഹോട്ടൽ തൊഴിലാളിയായിരിക്കെ മുഹമ്മദ് ഷാഫിയാണ്. മോർച്ചറിയിൽ സഹായിയായി നിന്ന് മൃതദേഹങ്ങൾ വെട്ടിക്കീറിയ പരിചയത്തിലാണ് ഷാഫി ഇരുവരെയും അരിങ്കൊല ചെയ്തത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് കുറ്റപത്രത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. DNA പരിശോധനയിലൂടെയാണ് മരിച്ചത് പത്മവും റോസ്ലിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതികളുടെ വിടുതൽ ഹർജിയും കോടതി ഏപ്രിൽ 1-ന് വിധി പറയും. വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ കുറ്റം ചുമത്തുന്നത് സാവകാശം വേണമെന്ന് പ്രതികൾ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം കോടതി അംഗീകരിച്ചില്ല. പോലീസ് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണെന്നാണ് വിടുതൽ ഹർജിയിലെ പ്രതികളുടെ വാദം. എന്നാൽ കേസിൽ തങ്ങൾക്കെതിരെ യാതൊരു തെളിവുമില്ലെന്നും 3 പ്രതികളും വാദിച്ചിരുന്നു. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും താൻ വെറും കാഴ്ചക്കാരി മാത്രമായിരുന്നു എന്നുമായിരുന്നു ലൈലയുടെ വാദം. എന്നാൽ പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉണ്ടെന്ന് ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ജാമ്യം ആവശ്യപ്പെട്ട് ലൈല മുൻപ് 3 തവണ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഭീകരതയും അതുണ്ടാക്കിയ ഭീതിയും സമൂഹ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനും സാധ്യതയുണ്ടെന്നും വാദം അംഗീകരിച്ച് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ഓഗസ്റ്റിൽ 3-ാം തവണയും ലൈലയുടെ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. കൊലപാതകം, കൂട്ടബലാത്സംഗം, കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ള തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യക്കടത്ത്, മൃതദേഹത്തോടുള്ള അനാദരവ്, മോഷണം, തെളിവ് നശിപ്പിക്കൽ, കുറ്റകരമായ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി നരബലി നടത്തിയ സംഭവത്തിൽ പ്രതികളായ ഭഗവൽ സിംഗും ഭാര്യ ലൈലയും മുഹമ്മദ് ഷാഫിക്ക് നൽകിയത് പല ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപയാണ്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ 2 സ്ത്രീകളെ നരബലി ചെയ്ത അതിക്രൂര സംഭവം കേരളം നടുക്കത്തോടെയാണ് കേട്ടറിഞ്ഞത്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ദമ്പതികളോട് സ്ത്രീകളെ ബലി കൊടുക്കണമെന്നും ശരീരഭാഗങ്ങൾ ഭക്ഷിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഷാഫിയാണ് നൽകിയത്. കൊടുംകുറ്റവാളിയായ ഷാഫി ലൈംഗിക വൈകൃതത്തിനും അടിമയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ആഭിചാര ക്രിയകളുടെ ഭാഗമായി പ്രതി ഷാഫി ഭർത്താവായ ഭഗവൽ സിംഗിന്റെ സാന്നിധ്യത്തിൽ ലൈലയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി മൊഴിയിൽ പറയുന്നു. മാത്രമല്ല, ഇരകളായ റോസ്ലിനെയും പത്മത്തെയും ഇയാൾ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയിരുന്നു. കാലടിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന റോസ്ലിനെ ഷാഫി സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇലന്തൂരിലെ ഭഗവൽ സിംഗിന്റെ വീട്ടിലെത്തിച്ച് ബലി നൽകുകയായിരുന്നു. റോസ്ലിനെയാണ് ആദ്യം അരിങ്കൊല ചെയ്തത്. റോസ്ലിനെ കട്ടിലിൽ കെട്ടിയിട്ടാണ് 3 പ്രതികളും ചേർന്ന് കഴുത്തറുത്ത് കൊന്നത്. ലൈലയാണ് റോസ്ലിയുടെ കഴുത്തിൽ ആദ്യം കത്തിവെച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം ശരീരം ആസകലം മുറിവുണ്ടാക്കി ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം ശേഖരിച്ച ശേഷം മൃതദേഹം 30 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കുകയും രക്തം വീടിന് പുറത്ത് പല ഭാഗങ്ങളായി തളിച്ച ശേഷം ശരീരഭാഗങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയുമായിരുന്നു.
ആദ്യത്തെ നരബലി കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ലെന്ന് ഭഗവത് സിംഗ് പരാതിപ്പെട്ടതോടെയാണ് ഷാഫി രണ്ടാമത്തെ ഇരയായ പത്മത്തെ ഇതേ വീട്ടിലെത്തിച്ച് സമാനമായ രീതിയിൽ നരബലി നടത്തിയത്. മനുഷ്യമാംസം വിറ്റാൽ 20 ലക്ഷം കിട്ടുമെന്നും ഇത് വാങ്ങാനായി ആള് വരുമെന്ന് വിശ്വസിപ്പിച്ചാണ് മുഹമ്മദ് ഷാഫി മറ്റു പ്രതികളായ ഭഗവത് സിംഗിനെയും ലൈലയെയും കൊണ്ട് മനുഷ്യമാംസം ഫ്രിഡ്ജിൽ സൂക്ഷിപ്പിച്ചതെന്ന് ഭഗവത് സിംഗ് നൽകിയ മൊഴിയിൽ പറയുന്നു. കൊല്ലപ്പെട്ട 2 സ്ത്രീകളുടെ മൃതദേഹങ്ങളിലും ചില ആന്തരിക അവയവങ്ങൾ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. റോസ്ലിന്റെ മൃതദേഹത്തിൽ വൃക്കയും ശ്വാസകോശവും കരളും കാണാനില്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. മാംസം വിറ്റാൽ 20 ലക്ഷം രൂപ കിട്ടുമെന്നും കരളിനും ഹൃദയത്തിനും മാറിടത്തിനും പ്രത്യേക വില കിട്ടുമെന്നും ഷാഫി ഇരുവരോടും പറഞ്ഞിരുന്നു. റോസ്ലിന്റെ മൃതദേഹത്തിൽ വലത് വൃക്കയില്ലെന്നാണ് കണ്ടെത്തിയത്. റോസ്ലിന്റെ മാറിടം ഭക്ഷിച്ചെന്നും തലച്ചോർ ഭക്ഷിക്കാൻ ഷാഫിക്ക് ആഗ്രഹമുണ്ടായിരുന്നതായി ഭഗവത് സിംഗ് നൽകിയ മൊഴിയിൽ പറയുന്നു. ആദ്യ ബലി നൽകിയ ശേഷം പ്രതീക്ഷിച്ച ഫലം കിട്ടാതായതോടെ ഷാഫിയോട് പരാതി പറഞ്ഞിരുന്നു. ഇതിനിടെ പലപ്പോഴായി ഷാഫിക്ക് നൽകിയ 6 ലക്ഷം രൂപ ഇവർ മടക്കി ചോദിച്ചതോടെയാണ് രണ്ടാമതൊരു ബലി നടത്താൻ ഷാഫി തീരുമാനിച്ചത്. റോസ്ലിനെ കൊന്ന സമയവും രീതിയും ശരിയല്ലായിരുന്നു എന്ന് ഭഗവത് സിംഗിനെയും ലൈലയെയും പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് രണ്ടാമത്തെ നരബലിക്ക് കളമൊരുക്കിയത്. പത്മയെയും കൊന്ന ശേഷം ഭഗവത് സിംഗിനെയും ലൈലയെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു ഷാഫിയുടെ പദ്ധതിയെന്നും അതിനാണ് കൊലപാതകങ്ങളിൽ ഇരുവരെയും പങ്കാളിയാക്കിയതെന്നും കണ്ടെത്തിയിരുന്നു. ഭഗവത് സിംഗിനെ കൊന്ന ശേഷം ലൈലയ്ക്കും ഷാഫിക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നതായും ലൈലയുടെ മൊഴിയുണ്ട്.